എന്റെ ആശയം ഉപയോഗിച്ചു. ജയസൂര്യയ്ക്ക് എതിരെ ഗുരുതര ആരോപണം. മുഴുവൻ സത്യം റിലീസിന് മുമ്പേ വിവാദത്തിൽ കടമറ്റത്ത് കത്തനാർ. കടമറ്റത്ത് കത്തനാർ വിവാദം. ജയസൂര്യയ്ക്കെതിരെ സുനിൽ പരമേശ്വരന്റെ ഗുരുതര ആരോപണങ്ങൾ. നമസ്കാരം. സിനിമാ ലോകത്തെയും വിശ്വാസത്തെയും അദ്ഭുതങ്ങളെയും ഒരുമിച്ച് ചേർത്തൊരു വലിയ വിവാദം ഇപ്പോൾ മലയാള സിനിമയെ കുലുക്കുകയാണ്. മലയാളികളുടെ സ്വന്തം നടൻ ജയസൂര്യ. മാന്ത്രിക വിദ്യയിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തി സുനിൽ പരമേശ്വരൻ. ഇരുവരും തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ടത് ഒരു സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ തർക്കം. ആ സിനിമ കടമറ്റത്തു കത്തനാർ. ഇത് ഒരു സിനിമ വിവാദം മാത്രമാണോ, അല്ലെങ്കിൽ ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റെന്തെങ്കിലും സത്യമുണ്ടോ? ഇന്ന് നമ്മൾ അത് വിശദമായി പരിശോധിക്കാം. ആദ്യം, കടമറ്റത്തു കത്തനാർ ആരാണ്? കേരളത്തിലെ വിശ്വാസങ്ങളിലും പൗരാണിക കഥകളിലും വലിയ സ്ഥാനം നേടിയ ഒരു പുരോഹിതനാണ് കടമറ്റത്തു കത്തനാർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ അദ്ഭുതങ്ങളാൽ നിറഞ്ഞവയാണ്. ഭൂതങ്ങളെ നിയന്ത്രിച്ചത്, അതീന്ദ്രിയ ശക്തികൾ ഉപയോഗിച്ചത്, അസാധ്യങ്ങളെ സാധ്യമാക്കിയത്. ഇത്തരം ഒരു ശക്തമായ കഥാപാത്രത്തെ ആസ്പദമാക്കി വലിയ ബജറ്റിൽ സാങ്കേതിക മികവോടെ ഒരു സിനിമ ഒരുക്കാൻ തീരുമാനിച്ചത് ജയസൂര്യയാണ്. ഇത് ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇവിടെ നിന്നാണ് വിവാദം തുടങ്ങുന്നത്. മാന്ത്രികനും എഴുത്തുകാരനുമായ സുനിൽ പരമേശ്വരൻ രംഗത്തെത്തി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം കടമറ്റത്തു കത്തനാറിനെക്കുറിച്ചുള്ള ആശയം, കഥയുടെ ചില ഘടകങ്ങൾ, ആത്മീയ പശ്ചാത്തലം, ഇതെല്ലാം ഞാൻ മുൻപ് അവതരിപ്പിച്ച ആശയങ്ങളുമായി സാമ്യമുള്ളതാണ് അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞത്. തന്റെ ആശയങ്ങളെ പരിഗണിക്കാതെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോയതെന്ന്. ഇത് കേട്ട് സിനിമ ലോകം മുഴുവൻ ഞെട്ടി. ഇതോടെ സോഷ്യൽ മീഡിയയിൽ പൊട്ടിത്തെറിച്ചത് വൻ ചർച്ച. ഒരു വിഭാഗം പറയുന്നു, ജയസൂര്യ പോലൊരു നടൻ ഇത്തരത്തിൽ ആരുടെയെങ്കിലും ആശയം ഉപയോഗിക്കുമോ? മറ്റൊരു വിഭാഗം ചോദിക്കുന്നു, സുനിൽ പരമേശ്വരന്റെ ആരോപണങ്ങളിൽ സത്യത്തിന്റെ അംശമുണ്ടോ? ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എല്ലായിടത്തും ഈ വിഷയം ട്രെൻഡായി. ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് എന്താണ് നിലപാട്? ജയസൂര്യ നേരിട്ട് എല്ലാ ആരോപണങ്ങൾക്കും വിശദമായി മറുപടി നൽകിയിട്ടില്ലെങ്കിലും സിനിമയുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. സിനിമയുടെ ടീം പറയുന്നത് ഇത് ഒരു പൗരാണിക കഥാപാത്രത്തെ ആസ്പദമാക്കിയുള്ള സ്വതന്ത്ര സിനിമയാണ്. അത് ആരുടെയും സ്വകാര്യ സ്വത്തല്ല, കേരളത്തിന്റെ വിശ്വാസ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ പ്രധാന ചോദ്യം, ഇത് ഒരു യഥാർത്ഥ ആശയമോഷണമാണോ? അല്ലെങ്കിൽ ഒരു സിനിമ പുറത്തിറങ്ങുന്നതിന് മുൻപുള്ള സാധാരണ വിവാദമോ? സത്യം പുറത്തുവരാൻ ഇനി കാത്തിരിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, കടമറ്റത്തു കത്തനാർ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ വിവാദങ്ങളുടെ കത്തനാർ ആയി മാറിയിരിക്കുകയാണ്. ജയസൂര്യയും സുനിൽ പരമേശ്വരനും തമ്മിലുള്ള ഈ തർക്കം സിനിമയുടെ ഭാവിയെ ബാധിക്കുമോ? അല്ലെങ്കിൽ ഇത് സിനിമയ്ക്ക് കൂടുതൽ ഹൈപ്പ് നൽകുമോ? അത് സമയം മാത്രമേ പറയൂ. ഇത്തരം കൂടുതൽ സെൻസേഷണൽ അപ്ഡേറ്റ്സിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.